നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മകരമാസത്തിലെ 30 ചൊവ്വാഴ്ചയാണല്ലോ നാളെ. ഭഗവതി ക്ഷേത്ര ദർശനം, പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയായിരുന്നുവെങ്കിൽ അത്യുത്തമമാണ്. മകരച്ചൊവ്വ നാളെ ആദ്യത്തെ ചൊവ്വാഴ്ച ആയതിനാൽ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ ഭക്തജനങ്ങൾക്കും കൂടുതൽ സൗഭാഗ്യങ്ങളോടുകൂടി കിട്ടാവുന്ന ഒരു ദിവസം കൂടിയാണ് മകരത്തിലെ 30 ചൊവ്വ എന്ന് പറയുന്ന നാളത്തെ ഒരു ദിവസം. പ്രത്യേകിച്ച് പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, പായസം എന്നിവ അത്യുത്തമമാണ്. നമ്മുടെ ദുരിതങ്ങൾ, സങ്കടങ്ങൾ, പലതരത്തിലുള്ള വിഷമങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം നീങ്ങുന്നതാണ്. ഭഗവതി ക്ഷേത്രത്തിലെ ചുമന്ന പട്ട് ചാർത്തുകയാണെന്നെങ്കിൽ എന്താഗ്രഹവും സഫലമാവുന്നതാണ്. എല്ലാ മുൻജന്മദോഷങ്ങളും നീങ്ങുന്നതാണ്. ജന്മാന്തര ദോഷങ്ങളും മുൻജന്മദോഷങ്ങളും എല്ലാ സങ്കടങ്ങളും നീങ്ങുന്നതാണ്. നാളെ മകരം 1 മകരവിളക്ക് ദിവസം കൂടിയാണല്ലോ. പ്രത്യേകിച്ച് ശനിദോഷങ്ങളെല്ലാം നീങ്ങുന്നതാണ്. സന്ധ്യാവിളക്ക് അത്യുത്തമമാണ്. സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി സന്ധ്യാനാമം ജപിക്കാൻ നല്ലതായിരുന്നു. അയ്യപ്പസ്വാമിയുടെ എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും ഭവനത്തിൽ നിറയുന്നതാണ്. പ്രത്യേകിച്ച് നിലവിളക്ക് കൊളുത്തുമ്പോൾ 6 മണിക്ക് ശേഷം കൊളുത്തുകയായിരുന്നു എങ്കിൽ അത്യുത്തമമാണ്. കഴിയുന്നത്ര 6:10 നിലവിളക്ക് 5 തിരിയിട്ട് ദീപം കൊളുത്തുകയായിരുന്നു എങ്കിൽ അയ്യപ്പസ്വാമിയുടെ എല്ലാ സർവൈശ്വര്യങ്ങളും ഉണ്ടാവുന്നതാണ്. മനസ്സിൽ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് സകല ദുരിതങ്ങളും എല്ലാ ദോഷങ്ങളും നീങ്ങണോ എന്ന് പ്രാർത്ഥിക്കൂ, സഫലമാവുന്നതാണ്. മകരം 1 തീയതി എല്ലാ ദോഷങ്ങളും ശനീശ്വരൻ്റെയും ഭഗവതി എന്ന് വെച്ചാൽ ഭദ്രകാളി ദേവിയുടെയും കടാക്ഷത്താൽ സർവൈശ്വര്യങ്ങളും നിറഞ്ഞതായിരിക്കട്ടെ. ഭവനത്തിൽ എല്ലാ ദുഃഖദുരിതങ്ങളും നീങ്ങട്ടെ. മകരവിളക്ക് കഴിയുമെങ്കിൽ ടി-വിയിലോ ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളുണ്ടല്ലോ, ഫോണിലോ കാണാൻ കഴിയുകയായിരുന്നെങ്കിൽ അതുവരെ സന്ധ്യാദീപം നല്ല ദീപത്തോടു കൂടി ഭവനത്തിൽ കെടാതെ നോക്കിക്കൊള്ളൂ. എല്ലാ ഐശ്വര്യവും ഭവനത്തിൽ നിറയുന്നതാണ്. ദേവീദേവന്മാരുടെ ശനീശ്വരൻ്റെയും എല്ലാ ഐശ്വര്യവും ഭവനത്തിൽ നിറയട്ടെ.